ഹായ് ഹലോ എവ്രി വൺ. സോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ വ്ളോഗ് ടു ഇന്ത്യ. സോ ഞാൻ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പയുണ്ട് അപ്പുണ്ട്, രണ്ടുപേരും എന്നെ യാത്രയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സോ നോട്ടിംഗ്ഹാം ടു ലണ്ടൻ ഹീത്രോ എയർപോർട്ടാണ് വന്നിരിക്കുന്നത്. ഏർലി മോർണിംഗ് തന്നെ നോട്ടിംഗ്ഹാമിൽ നിന്ന് പുറപ്പെട്ടു. സോ അപ്പുനെല്ലാം നല്ല ഉറക്കം വന്നിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കയറിപ്പോയിട്ട് വേണം ഇവർക്കെല്ലാം ഒന്ന് തിരിച്ചു പോകാനായിട്ട്. സോ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഒരു ചിന്ന ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം എയർപോർട്ട്. കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ലോങ് ക്യൂ ടാക്സി ബുക്കിംഗ്. സോ ടാക്സി എല്ലാം ബുക്ക് ചെയ്ത് പപ്പയും മമ്മയും ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ച് ടാക്സി എല്ലാം ബുക്ക് ചെയ്തത് സോ വീട്ടിലെത്തി കഴിഞ്ഞ് ഒരു കുളിയെല്ലാം പാസ്സാക്കി പെട്ടിയെല്ലാം ഒരു സൈഡിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഉടനെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കയറി തന്നെ പറയാം. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മമ്മി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി വിയേർഡ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂർക്കത്തോരൻ, പിന്നെ ഇടിയൻ ചക്കത്തോരൻ, കുറച്ച് പപ്പായ, പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന, വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന എൻ്റെ ഒരു വെള്ളക്കാച്ചിലുണ്ട്. അപ്പോൾ അതിന് വെള്ളക്കാച്ചിൽ കഴിക്കാനായിട്ട് മമ്മി ഇച്ചിരി മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയിലെ ചുമന്നുള്ളിയും കുറച്ച് കാന്താരി മുളകും എല്ലാം ചതച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുള്ള ഒരു സ്പെഷ്യൽ കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു മീനും കുറച്ച് അതുപോലെ തന്നെ കാച്ചിലും എല്ലാം എടുത്ത് ആസ്വദിച്ച് കഴിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയ സമയത്ത് തന്നെ മമ്മി അവിടെ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ബഡ് പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചക്ക റെഡിയാക്കി വെച്ചു. എൻ്റെ വേറൊരു ഓൾ ടൈം ഫേവറേറ്റാണ് ഈ ചക്ക. പഴുത്ത ചക്കയല്ല, പച്ച ചക്ക. ഞങ്ങളൊക്കെ ഒലത്തെന്ന് പറയും, ചിലർ കൂട്ടാൻ വയ്ക്കാമെന്ന് പറയും, ചിലർ പുഴുക്ക് എന്ന് പറയും. സോ അതാണ് ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത്. സോ ഞാനും മമ്മിയും കൂടെ അടുക്കളയിൽ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും എല്ലാം പറഞ്ഞ് പതുക്കെ നമ്മുടെ ആ ചക്ക റെഡിയാവുന്നു കേട്ടോ. ഇനി നമുക്ക് ചക്ക ആസ്വദിച്ചിരുന്ന് കഴിക്കാം. ചക്ക ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു പെർഫെക്റ്റ് വെതർ പോലെ മഴ പെയ്യാൻ തുടങ്ങിയത്. എൻ്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് ആ മഴ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സാധനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിരുന്ന് നമ്മൾ കഴിക്കുമ്പോഴുണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരുടെയും കൂടെ ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സറൗണ്ടിങ്സിൽ ഇരുന്ന് കഴിക്കണം. സോ ഞാൻ നല്ല ചൂടൻ ചായയും ചൂടൻ ചക്കയും നല്ല ഒരു മഴയും എല്ലാം ആസ്വദിച്ചിട്ടിരുന്ന് ഇവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ മമ്മിയും പപ്പയും നാളെ സിംഗപ്പൂർ ആൻഡ് മലേഷ്യ ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിന് പോവാണ്. സോ മമ്മീനെയും പപ്പേനെയും അതിന് റെഡിയാക്കുക കേട്ടോ ഞാൻ. സോ കുറച്ച് നേരം നമ്മൾ തന്നെ പോകുന്നതിന് ബെനിഫിറ്റ് ചെയ്താൽ കേട്ടോ. നമുക്ക് കുറച്ച് സമയം നമ്മുടെ പാരൻസിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റും. നമ്മൾ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. സോ പാരൻസിൻ്റെ ഇടയ്ക്ക് ഇരിക്കാനോ അവരായിട്ട് സംസാരിക്കാനോ അവരായിട്ട് തമാശ പറയാനോ ഉള്ള സമയമൊന്നും നമുക്ക് കൂടുതൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇടയ്ക്ക് തന്നെ പോകും. കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അവരെ ഒന്ന് പാമ്പർ ചെയ്യാനും അവരുടെ ലോൺലിനെസ് ഒന്ന് മാറ്റാനും അവരോടൊന്ന് സംസാരിക്കാനും എല്ലാം ഒരു സമയം നമ്മൾ കണ്ടെത്തും.
അങ്ങനെ പപ്പയും മമ്മിയും ദാ അവരുടെ ലേറ്റ് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് സിംഗപ്പൂർ ആൻഡ് മലേഷ്യയിലേക്ക് പറക്കാൻ റെഡി ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. സോ അവർ പോകുന്ന ഗ്രൂപ്പിലെ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. സോ പപ്പയും മമ്മിയും സിംഗപ്പൂരിന് പോയതിന് ശേഷം ഞാൻ വിൽ ഡ്രൈവ് ബാക്ക് ടു മൈ ഹോം. ഇതിപ്പോൾ ജിജോയുടെ പപ്പ മമ്മിയാണ്. അപ്പോൾ ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഞാൻ ആ 1 വീക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡിയുടെ കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടിരിക്കും. So thank you for watching this vlog and I will catch you guys with another one soon. So എല്ലാവർക്കും good night.